വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ രാഘവൻ നായരാണെങ്കിൽ ആ ഓട്ടോക്കാരൻ പിടിക്കുകയും മരിക്കുകയും ചെല്ലുമ്പോൾ താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ കാശ് താടുമെന്നും പറഞ്ഞ് അങ്ങോട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നുമില്ല, പറയുന്നുമില്ല. അന്നേരം അതുവഴി ഉപേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ കാണുന്നുണ്ട്. അന്നേരം ഏട്ടാന്നും പറഞ്ഞ് ഓടി ചെന്ന് പിടിച്ചൊക്കെ എഴുന്നേൽപ്പിക്കുകയാണ്. അന്നേരം ഇയാൾ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുകയും ചോദിക്കുമ്പോൾ ഓട്ടോ ഓടിയിട്ട് കാശ് തന്നില്ല എന്നും പറഞ്ഞ് ഓട്ടോക്കാരൻ ബഹളമാക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ഏട്ടനാണ്, ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓട്ടോ കാശ് വേണമെന്നും പറഞ്ഞ് അയാൾ ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം എത്രയാണ് നിൻ്റെ ചാർജ് എന്ന് ചോദിക്കുമ്പോൾ 120 എന്ന് പറയുന്നുണ്ട്. അന്നേരം 200 രൂപ എടുത്ത് കൊടുത്തിട്ട് ബാക്കി നീ വച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെ രാഘവൻ നേരെ ചേട്ടൻ വണ്ടിയിലോട്ട് കയറുമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു വരുമെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം, അവൻ വീട്ടിലോട്ട് വന്നോളൂ എന്നും പറഞ്ഞ് രാഘവൻ നേരെ ഉപേന്ദ്രനാണെങ്കിൽ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. അതേസമയം അവിടെ വീഡിയോ എടുത്തിരുന്ന ആളിനോട് ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെയും വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപേന്ദ്രൻ തകർത്ത് അഭിനയിക്കുകയാണ്. അന്നേരം അയാളാണെങ്കിൽ ഇങ്ങനെ വ്ളോഗ് എന്ന പോലെ പറയുന്നുണ്ട്, വയസ്സായ ആളിനായിട്ട് ഉപദ്രവിച്ചപ്പോൾ ദൈവദൂതനെ പോലെ മറ്റൊരാൾ വന്ന് രക്ഷകനായിട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഉപേന്ദ്രനാണെങ്കിൽ വീട്ടിലേക്ക് രാഘവൻ നായരെ കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം അവിടെ രാഘവൻ നായരുടെ വീട്ടിലാണെങ്കിൽ ഉമ്മർത്താണെങ്കിൽ ഇങ്ങനെ ശാലിനിയുടെയും ശിവൻ്റെയും ഫോട്ടോയൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡിലായിട്ട്, ഒരു സൈഡ് ശാലിനിയുടെ ഒരു സൈഡ് ശിവൻ്റെയും ഫോട്ടോ വെച്ചിട്ട് വിവാഹ വാർഷിക ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് ഒക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ തോരണോ പിന്നെ പൂവൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടുകയാണ്. കമലിനാണ് കെട്ടുന്നത്. ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുക്കുന്നുണ്ട് പൊന്നിയാണെങ്കിൽ. അന്നേരം എന്തിനോ വേണ്ടി തള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്നൊക്കെ കമലൻ പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ എല്ലാവരും കൂടി ഓടും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാണ് ചെയ്യുന്നതൊക്കെ. അന്നേരം പൊന്നി പറയുന്നുണ്ട്, രാഘവ സാർ പറഞ്ഞു ഞാനത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം എൻ്റെ ഓട്ടം കളഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ കമലൻ പറയുന്നുണ്ട്. അന്നേരം ഇവിടുത്തെ ഓട്ടം അല്ലേ, അപ്പോൾ ഇതങ്ങോട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കമലിനാണെങ്കിൽ ആകെ കോമഡി രീതിക്കൊക്കെയാണ് പൊന്നിയോട് സംസാരിക്കുന്നത്. അല്ല പൊന്നെ എന്നൊക്കെ വിളിക്കുകയാണ്. അന്നേരം എന്തെന്ന് ചോദിക്കുമ്പോൾ അല്ല പൊന്നി, ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ ശരിയാകുമോ എന്നൊക്കെ ചോദിച്ച് ഓരോ സംസാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം പൊന്നി പറയുന്നുണ്ട്, ഇനി ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്യും, എനിക്ക് അടുക്കളയിൽ വേറെ ജോലിയുണ്ട്, രാഘവ സാർ വെള്ളം തിളപ്പിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടാണ് പോയത്, ചെയ്തില്ലെങ്കിൽ ഭയങ്കര വന്ന് കയറുമ്പോൾ ദേഷ്യപ്പെടും എന്നൊക്കെ പറയും. പൊന്നി അങ്ങ് പോകുന്നുണ്ട്. അന്നേരം കമലൻ വീണ്ടും കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഉല്ലസിച്ച് അങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് വിഷ്ണു ആശാൻ്റെ സ്ഥാനത്തല്ലേ ശിവനാശാൻ അഭിനയിക്കുന്നത്, അപ്പോൾ ഇതിന് എത്ര കാലം തുടരേണ്ടി വരുമെന്നൊക്കെ നേരത്തെ പൊന്നിയോട് ചോദിക്കുന്നുണ്ട്. പൊന്നി അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. അതിനുശേഷമാണ് കമലിനെ ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് സോഷ്യൽ മീഡിയയിൽ വന്നെന്നോ എന്നൊക്കെ കമൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് ആ വീഡിയോ നേരത്തെ എടുത്തത് ഷൂട്ട് ചെയ്ത് ആരോ അയച്ചു കൊടുത്തതാണ്. അങ്ങനെ അത് കമലൻ കാണുന്നുണ്ട്. അയ്യോ ഇതാകെ പ്രശ്നമാണല്ലോ നമ്മൾ സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമയെ വീഡിയോ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അന്നേരം ഉപേന്ദ്രൻ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. അന്നേരം ആ പിള്ള എവിടെ പോയി, രാഘവേട്ട എപ്പോഴാണ് പുറത്ത് പോയെന്ന് പറഞ്ഞിട്ട് പിള്ളയെന്ന് വിളിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം പിള്ള എവിടെ നിന്നോ പോയിട്ട് സ്കൂട്ടിയിൽ വരികയാണ്. അന്നേരം രാഘവേട്ടൻ പുറത്ത് പോയത് കണ്ടില്ലേ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടല്ലേ പോയതെന്ന് പിള്ള പറയുന്നുണ്ട്. പെട്ടെന്ന് ഇത് എവിടെ പോയെന്നും പറഞ്ഞ് പിള്ളയും തിരക്കുകയാണ്. അന്നേരം നീ ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക കമല, എവിടെയൊക്കെ പോയി ആട്ടോക്കാരനെ തല്ലുണ്ടാക്കിയെന്നോ ഉപേന്ദ്രൻ ഇടപെട്ടെന്നൊക്കെ പറയുന്നു എന്നും പറഞ്ഞ് ഫാമ ആകെ അങ്ങ് ടെൻഷനിലാവുകയാണ്. നീ ഒന്ന് പോയി അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം പിള്ളയെ കമലയെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിള്ളയാകെ ടെൻഷനിലായിട്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സാർ ഇത് എവിടെ പോയി എന്നും പറഞ്ഞ്. എന്നിട്ടാണ് ഫാമ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഫ്ലെക്സ് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്ന കാണുന്നത്. അന്നേരം ഇതൊക്കെ എന്താടാന്നിങ്ങനെ കമലിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അന്നേരം അച്ഛൻ പറഞ്ഞിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കമലിൻ്റെ കാരണം നോക്കി ഫാമ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. സുഖമില്ലാത്ത ആൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ അതിനെ തുള്ളുകയാണോ, പൊന്നി നീയും കൂടെ ചേർന്നുകൊണ്ടാണോ ചോദിക്കുമ്പോൾ ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പൊന്നി അങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് ശാലിനി കണ്ടാലുണ്ടല്ലോ നിന്നെ ശരിയാക്കും, അങ്ങോട്ട് അഴിച്ചു മാറ്റടാമെന്നും പറഞ്ഞ് വീണ്ടും അടിക്കാനേ പോകുന്നുണ്ട്. അന്നേരം ഇപ്പോൾ അഴിച്ചു മാറ്റാമെന്ന് പറയുകയാണ്. അന്നേരം പൊന്നി എൻ്റെ ഫോൺ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറയുമ്പോൾ പൊന്നി അകത്തേക്ക് സത്യഭാമയുടെ ഫോൺ എടുക്കാൻ പോകുന്നുണ്ട്. പൊന്നിയും ഫാമയും പോവുകയാണ്. അന്നേരം കമലിനാണെങ്കിൽ അടികൊണ്ട ദേഷ്യത്തിലും രാഘവ സാർ പറഞ്ഞാൽ ചെയ്തതിലും എല്ലാം കൂടെ ആകുമ്പോൾ കമലിനാകപ്പാടെ ഒരു വിറളി. കമലിനാണെങ്കിൽ പെട്ടെന്ന് ആ ഫ്ലെക്സ് എല്ലാം വലിച്ച് കീറുന്നുണ്ട്. മാലയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് എറിയുകയാണ് ആ ഒരു ദേഷ്യത്തിൽ. പൊന്നി അകത്തുനിന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പൊന്നി കൂടി ചേർന്നാണല്ലോ ചെയ്തത്, പക്ഷേ പൊന്നി ഒഴിഞ്ഞു മാറുകയും ചെയ്തു. എന്നിട്ട് പൊന്നി ഫോൺ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ നീ കൂടെ ചേർന്നുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പൊന്നി പറയുകയാണ്. തുടർന്ന് ആരെയൊക്കെ ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നു. ശാലിനി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. പക്ഷേ ശാലിനി ഫാമിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. തുടർന്ന് ഹോസ്പിറ്റൽ റൂമാണ് കാണിക്കുന്നത്. അവിടെ ശാരികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എഴുന്നേറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ശാരദാമ്മ അടുത്തൊരു കട്ടിലിരുന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ശ്യാമ എന്തോ ഗുളിക കൊണ്ടുവന്ന് ശാരികയ്ക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ഡോക്ടറുടെ വാക്കും കേട്ടുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ വല്യജിന്ന് ഇങ്ങനെ പിന്നെ ശ്യാമ വിളിക്കുന്നുണ്ട്. അന്നേരം അതെ, ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹം കുഞ്ഞു ഭൂമിയിലേക്ക് വരരുതെന്നാണ്. മുൻപ് പിന്നെ ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, അമ്മ പോലും ആഗ്രഹിക്കുന്നത് കുഞ്ഞിവിടേക്ക് വരരുതെന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ വലിയച്ചിക്ക് ഇപ്പോൾ എങ്ങനെ പെട്ടെന്ന്
പെട്ടെന്നൊരു സ്നേഹം വന്നു എന്നൊക്കെ ഇങ്ങനെ ശ്യാമ ചോദിക്കുന്നുണ്ട്. രാജീവേട്ടൻ തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരിക്കലുമില്ല, പക്ഷേ ഇത് ഞാനൊരു ആയുധമായിട്ട് തന്നെയാണ്, ഇങ്ങനെ ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു പോയല്ലോ എന്ന് ഓർത്ത് അയാൾ സങ്കടപ്പെടണം, അയാളുടെ പ്രതികാരം വേണ്ടി ചെയ്യാൻ തന്നെയാണ് ഈ അവസരം ഞാൻ മുതലെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ആലോചിക്കുകയാണ്, വിഷ്ണുവിൻ്റെ ചിതാഭസ്മം ഒഴുക്കാൻ പോയ അതിൻ്റെ ഒരു ഇതാണ് പിന്നെ ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് ഏതൊക്കെ തരത്തിലെ ദോഷങ്ങൾ വരാം, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അവരുടെ യാത്ര എനിക്ക് തടയാനും പറ്റിയില്ല, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ശാരദാമ്മ ആലോചിച്ചിരിക്കുകയാണ്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അന്നേരം ശാലിനി വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരികയാണെങ്കിൽ കുഞ്ഞിനെ പ്രസവിക്കണം, വളർത്തണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ്, അതായത് രാജീവിനോടുള്ളൊരു പ്രതികാരം ചെയ്യാൻ, ഇങ്ങനെ ഒരു കുഞ്ഞ് രാജീവിന് ജനിച്ചു എന്ന് തോർത്ത് സങ്കടപ്പെടാനായിട്ട്. അന്നേരം പിന്നെ ശ്യാമയാണെങ്കിൽ കുഞ്ഞ് വലിയ ചിതങ്ങോട്ട് കഴിക്കുമെന്ന് പറയുമ്പോൾ ആ മരുന്ന് കൊടുക്കുന്നുണ്ട്, അത് കഴിക്കുന്നുമുണ്ട്. സമയം അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിലേക്കാണെങ്കിൽ ശിവൻ എത്തുന്നുണ്ട്. ശിവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാലിനിയും കൂടെയുണ്ട്. അന്നേരം മഹേന്ദ്രനകത്തേക്ക് നോക്കി വിളിച്ചു പറയുകയാണ്, വേണ്ടി നിർമ്മല നിൻ്റെ മോനും മരുമോളും വന്നിരിക്കുന്നു, നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കുക. ചിലപ്പോൾ മരുമോളെ സ്വീകരിക്കുമ്പോൾ കാലിത്തൊട്ടി അനുഗ്രഹം കൂടി വാങ്ങണം, കളക്ടറല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. അന്നേരം ശാലിനി ആദ്യമൊന്നും അങ്ങോട്ട് മിണ്ടുന്നില്ല. നിർമ്മല ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ അകത്തേക്ക് കയറാൻ തുടങ്ങും. എങ്ങോട്ടാണെന്നും പറഞ്ഞ് മഹേന്ദ്രനെ തടഞ്ഞു നിർത്തുകയാണ്. അന്നേരം എനിക്ക് ചന്ദ്രയെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഇതിനകത്തേക്ക് കയറാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നിങ്ങൾ പിന്നെ ചന്ദ്രയെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു പരാതി കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഞാൻ പിന്നെ അവളുടെ ആങ്ങളെയാണ് എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ ഞാൻ അവളുടെ അച്ഛനാണ്, ജനിപ്പിച്ച തന്ത എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് കളക്ടർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ കളക്ടറെ ആക്ഷേപിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അതിൽ കൈകടത്താനായിട്ട് ആർക്ക് അവകാശമില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടായിരിക്കും നീ എൻ്റെ മകനെയും കൊണ്ട് നടക്കുന്നത്, വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് മഹേന്ദ്രൻ. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുന്ന ഒരു ജില്ലാ മജിസ്ട്രേറ്റിന് കൂടിയാണെന്ന് ആലോചിച്ചോളണം. ഓരോ അനാവശ്യ വാക്കിനും അനുസരിച്ച് പിഴ ഈടാക്കി ഞാൻ ജയിലിൽ കയറ്റും. പിന്നെ നിങ്ങൾക്ക് പിന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങാനേ സമയം കാണില്ല. കച്ചവടക്കാരൻ്റെ ബുദ്ധിയല്ല IAS കാരിയുടെ ബുദ്ധി, ഒരുപാട് പാടുപെടും എന്നിങ്ങനെ പറയുന്നുണ്ട്. അവസാനം മഹേന്ദ്രൻ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ശിവൻ പറയുകയാണ്, പിന്നെ ചന്ദ്ര സംരക്ഷണം ആവശ്യപ്പെട്ടു, തടങ്കലിലാണെന്ന് അത് എന്നെ വിളിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പോൾ അവസാനം ശാലിനി പറയുന്നുണ്ട്, എങ്കിൽ ശാലിനിയോട് മഹേന്ദ്രൻ പറയുകയാണ്, എങ്കിൽ മാഡത്തിന് വേണമെങ്കിൽ അകത്തേക്ക് കയറാം, പക്ഷേ ഇവൻ കയറാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ശരി ഞങ്ങൾ രണ്ടുപേരും കയറുന്നില്ല, അധികാരമുള്ളവർ തന്നെ കയറട്ടെ എന്ന് പറയുമ്പോൾ ആദ്യമേ പോലീസ് വണ്ടിയും ആ ഒരു സ്ത്രീ സംരക്ഷണ സമിതിയുടെ കുറേ ആൾക്കാരും ഒക്കെ വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അപ്പോൾ നീ രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ എന്നിങ്ങനെ ശാലിനിയോട് ചോദിക്കുമ്പോൾ, അതെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ചെറിയ കളികളെല്ലാം വലിയ കളികളേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് എന്നെ ഫോൺ വിളിച്ച അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഇവരുടെ കൈവശമുണ്ട്, തടയാതിരിക്കുന്നതാണ് ബുദ്ധി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശരി ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം, നിങ്ങൾ മകളെ തടങ്കൽ പാർപ്പിച്ചിരിക്കുകയാണെന്നൊരു പരാതി കിട്ടിയിട്ട് വന്നതാണെന്നൊക്കെ ആ ഒരു സ്ത്രീ പറയുമ്പോൾ ശരി നിങ്ങൾ കയറി പരിശോധിക്കുകയാണെന്നിങ്ങനെ ഒരു കൂസലും ഇല്ലാതെ മഹേന്ദ്രൻ പറയുകയാണ്. അന്ന് അവരെല്ലാവരും അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ മഹേന്ദ്രൻ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് മഹേന്ദ്രൻ നിർമ്മലയോട് പറയുന്നുണ്ട്, കണ്ടില്ലേടി നിൻ്റെ മോനാണെങ്കിൽ ജനിപ്പിച്ച തന്തയെ പച്ചയ്ക്ക് കത്തിക്കാനായിട്ടാണ് വന്ന് നിൽക്കുന്നത്, എൻ്റെ അടിയൊന്ന് പതറിപ്പോയാൽ അവൻ മൊത്തത്തോടെ കത്തിക്കും, ഇതേ കണ്ടോടി എന്നൊക്കെ പറഞ്ഞ് നിർമ്മലയും കളിയാക്കുന്നുണ്ട്. ഇതേസമയം അവരാണെങ്കിൽ ആ വന്നവർ പോലീസും എല്ലാവരും അകത്ത് എല്ലായിടത്തും കയറി പരിശോധിക്കുന്നുണ്ട്. നിങ്ങളുടെ മകളുടെ നന്മയെ കരുതിയാണെന്നൊക്കെ ശാലിനി നിർമ്മലയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ ശാലിനിയെ ശാരദാമ്മ ഫോൺ ചെയ്യുന്നുണ്ട്. അതിന് പോയ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇവിടെ ഒരു പ്രശ്നമുണ്ടായി, ശാരിക ചെറുതായിട്ടൊന്ന് വീണു എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ചെറിയ പ്രശ്നമുണ്ട്, നീ ഉടനെ ഹോസ്പിറ്റലിൽ വരണമെന്ന് പറയുമ്പോൾ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് പോയ കാര്യം എന്തായി എന്നുള്ളത്. അന്നേരം അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിൽക്കുന്നുണ്ട്, ഫോണും കട്ട് ചെയ്യുകയാണ്. അന്നേരം ശിവൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം നിർമ്മലയാണെങ്കിൽ രാമേട്ടനെ അനുവല്ലവി ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. തുടർന്ന് തലേ ദിവസം വന്നില്ല, ആ ഒരു സംഭവം ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ രാമേട്ടനും അനുവല്ലയും തലയൊന്നിച്ചിരിക്കുന്നേ ഉള്ളൂ, നിർമ്മലയ്ക്ക് മുഖം കൊടുക്കാതെ. പക്ഷേ നിർമ്മല അന്നേരം ആരോടൊന്നും പറയുന്നില്ല. അതിനുശേഷം അകത്ത് കയറിപ്പോയവരൊക്കെ തിരിച്ചിറങ്ങുന്നുണ്ട്. അന്നേരം വന്ന സ്ത്രീകളാണെങ്കിൽ ശാലിനിയോട് ഇങ്ങനെ അകത്തൊന്നും ഇല്ലാന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അന്നേരം മുക്കും മൂലയൊക്കെ പരിശോധിച്ചോ, ഞാൻ എൻ്റെ മകളെ എവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നല്ലോ, വാട്ടർ ടാങ്കിലൊക്കെ നോക്കിയോ, സിനിമയിലൊക്കെ ഇന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുകയാണ്. അവരൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ശാലിനിയോടും പറയുന്നുണ്ട്, ഇറങ്ങി തിരിക്കുമ്പോൾ ഒരു 5ാം ക്ലാസ്സുകാരനെ ഞാൻ
കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ ആ ഒരു ബുദ്ധി എനിക്കുണ്ട്, കുറച്ചോണം കൂടുതലുണ്ടതാണ്. അതൊക്കെ ഈ റെഡിമെയ്ഡ് കാണാപ്പാടം പഠിച്ച IAS കാരിക്ക് ഉണ്ടാവില്ല, ഓർമ്മിക്കണമായിരുന്നു എന്നൊക്കെ മഹേന്ദ്രൻ ശാലിനിയും വെല്ലുവിളിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ നിങ്ങൾ ജയിച്ചേക്കാം, പക്ഷേ ചന്ദ്ര എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും, നിങ്ങളുടെ മകളെ രക്ഷിക്കുമെന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടെ മകളുടെ നാശത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ മകളല്ലേ ഞാനങ്ങ് സഹിച്ചു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. തുടർന്ന് ശാലിനി ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നു എന്നും പറഞ്ഞ് ശാലിനി രാമേട്ടനോടൊപ്പമാണ് തിരിച്ച് വണ്ടിയിൽ കയറി പോകുന്നത്. അവസാനം ശിവൻ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. ശിവൻ ജീപ്പിലാണ് വന്നത്, ശാലിനി ജീപ്പിലാണ് വന്നതെങ്കിലും രാമേട്ടൻ്റെ വണ്ടിയിൽ ശാലിനി തിരിച്ച് കയറി ഇരുന്നിട്ട് ഇങ്ങനെ ആകെ ആലോചിക്കുകയാണ്. ശിവൻ അവിടെ നാണം കെട്ടുന്ന പോലെ ശിവനും നിൽക്കുന്നുണ്ട്. മഹേന്ദ്രൻ ജയിച്ച സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിലെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.